നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ മിക്ക വീട്ടിലും നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അതായത് ബ്രെഡ് നിറച്ചത്. ആദ്യം മസാല ഉണ്ടാക്കുക. അല്പം എണ്ണ, അതായത് ഒരു 2 ടീസ്പൂൺ എണ്ണ മതി. ഉള്ളി പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റണം. വെളുത്തുള്ളി അരച്ച് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്. ഇറച്ചിയിലെല്ലാം ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഇനി ഇറച്ചി അങ്ങനെ ഇട്ടാൽ മതി. ഇറച്ചിയിൽ മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയായി. ഉപ്പ് ഇപ്പോൾ അല്പം ഉപ്പും കൂടി ചേർക്കണം. ഗരം മസാല ഇപ്പം ചേർത്ത് ഇതിൽ മല്ലിച്ചപ്പൊടി. ഇത് സോട്ടാക്കി എടുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് അടിച്ചിട്ട് ഇറച്ചി ഇങ്ങനെ പൊടിയാകുന്നത് വരെ ഒന്ന് അടിച്ചിട്ടെടുക്കുക. ഇനി ഈ ബ്രെഡിൻ്റെ ഈ മേലെയുള്ള ബ്രൗൺ കളറുള്ള ആ തോല് പോലെയുള്ള അതിലൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതിൽ മുട്ട പിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അടിഭാഗം എടുത്ത് ജസ്റ്റ് ഒരു റൗണ്ട് കഷ്ണം മുറിച്ചെടുക്കണം. ഈ കഷ്ണം കളയാതെ വേറെ തന്നെ എടുത്ത് വെക്കണം. ഈ ബ്രെഡ് അകത്തെ ചോറെല്ലാം എടുക്കണം. ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ നിന്ന് അകത്തുനിന്ന് എടുത്ത ചോറ് അതിൽ തന്നെ ചേർത്ത് കുറച്ച് അണ്ടി മുന്തിരിങ്ങ കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് തയ്യാറാക്കിയ മസാല, ഇറച്ചി മസാല ഇതിലേക്ക് പാതിയിട്ട്, ഇതിപ്പോൾ 200 ഗ്രാം ഇറച്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉള്ളിൽ അധികം മസാല ചേർത്താൽ കഴിക്കുമ്പോൾ രുചി കൂടുതലുണ്ടാവും. അതിന് ശേഷം അതിലേക്ക് കോഴിമുട്ട 1, വീണ്ടും അതിൻ്റെ ഇടയിലെല്ലാം ഉൾഭാഗത്ത് കുറച്ചും കൂടെ സ്ഥലമുണ്ട്, അവിടെയെല്ലാം കുറച്ചും കൂടെ ഈ മസാല വെച്ച് ഫില്ല് ചെയ്യും. ഇനി ഇതിൻ്റെ അടപ്പ് നമ്മൾ ആദ്യം മുറിച്ച് വെച്ച അടപ്പുണ്ട്, അതിൽ വെച്ചിട്ട് അമർത്തി വെക്കുക. ഇനി ഇത് പൊരിക്കുമ്പോൾ മുട്ട തേച്ച് പൊരിക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഈ റൊട്ടി നിറച്ചതിൽ മുട്ട എല്ലാ ഭാഗവും ഒരുപോലെ മുക്കിയെടുക്കണം. അതിന് ശേഷം ആദ്യം ഈ അടച്ച ഭാഗം ചൂടുള്ള എണ്ണയിലേക്ക് നല്ല അതിലേക്ക് വെക്കുക. ചെറുതായി പൊരിച്ചെടുക്കുക.